പ്രശ്നങ്ങളും ദുരന്തങ്ങളും അവർ വിധിക്കു വിട്ടുകൊടുക്കുകയായിരുന്നു. ഉഷയും ദിനുവും നഷ്ടപ്പെട്ട നാളുകളൊന്നിൽ ആലിൻ ചുവട്ടിലെ കൽത്തറയിലിരിക്കുകയായിരുന്നു. ആരുടെയോ വിളി കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. നീട്ടി വളർത്തിയ സുന്ദരമായ പടർന്ന മുടി, വലിയ കണ്ണടയ്ക്കകത്ത് തിളക്കമാർന്ന കുസൃതിയുള്ള കണ്ണുകൾ. ഗിരിജയല്ലേ? ആണെന്നോ അല്ലെന്നോ പറയാനാവാതെ അമ്പരന്നു നിന്നു. ഇല്ലത്തെ കുട്ടിയല്ലേ? അതെ. ഞാൻ സംശയിക്കുകയായിരുന്നു. ഇല്ലപ്പറമ്പിൽ ഒരു ഒറ്റമുറി വീടുണ്ടെന്നറിഞ്ഞു. അതൊന്ന് സൗകര്യപ്പെടുത്തി തന്നാൽ നന്നായിരുന്നു. ഒരാഴ്ചയായി സ്കൂളിലെ മൂട്ട കടിക്കുന്ന ബെഞ്ചുകൾ കൂട്ടിയിട്ടുറങ്ങുന്നു. എനിക്കെന്തു ചെയ്യാനാവും? അമ്മയോട് ചോദിച്ചു നോക്കൂ. വീട്ടിൽ പ്രായമായ ഒരു പെൺകുട്ടിയുള്ളപ്പോൾ. അയാൾ വന്നപ്പോൾ അമ്മ സംശയിച്ചു. അതല്ല, എനിക്ക് വീടൊന്നുറച്ചു കിട്ടിയാൽ നാട്ടിൽ നിന്ന്. അയാൾ ഒന്നുറച്ചു നിന്നു. എന്നിട്ട് തുടർന്നു. എൻ്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞതാണ്. ഒറ്റമുറി ഒഴിവാണ്. ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. എന്തായാലും മനക്കൽ ചെന്ന് മുത്തച്ഛനോട് കൂടി പറയുക. തന്ത്രിയോടോ? തന്ത്രി ഗിരിജയുടെ മുത്തച്ഛനാണ്. അയാൾ അമ്പരന്നു നിന്നു. ധനികനായ തന്ത്രിയുടെ ദരിദ്രയായ പുത്രിയെക്കുറിച്ച് ഓർത്തു കാണും. ഒറ്റമുറിയിലെ താമസക്കാരനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. സന്ധ്യകളുടെ ചുമപ്പിലിരുന്ന് കടൽക്കാറ്റിൻ്റെ നനവേറ്റ് ഗർഭിണിയായ വധുവിനെക്കുറിച്ചും തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും അയാൾ സംസാരിക്കും. അതറിയാത്ത ലോകങ്ങളിലേക്ക് വഴികാട്ടിയായി മാഷ്. സൗന്ദര്യമന്ത്രങ്ങളുടെ ഉപാസകനായി. ഗിരിജയ്ക്ക് എത്ര ലീവുണ്ട്? ലീവിൻ്റെ കാര്യം പ്രകാശിൽ നിന്ന് അസുഖത്തെക്കുറിച്ചറിഞ്ഞപ്പോൾ അങ്കിൾ പറഞ്ഞു. ഗിരി പൊയ്ക്കൊള്ളൂ. പ്രകാശും അങ്കിളും പിന്നെയും നിർബന്ധിച്ചപ്പോൾ പോന്നു. എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകാം. കുറേ ദിവസം കാണും. സ്കൂളിൽ പോകാറായി. വൈകിട്ട് വരാം. അയാൾ പോയപ്പോൾ ഗിരിജ വീണ്ടും മുറിക്കകത്ത് ചെന്നു. ക്ഷീണം തോന്നുന്നു. ഒന്നുറങ്ങണം. ഗിരിജ മടക്കി നിവർത്താവുന്ന കട്ടിൽ വെളിയിലെ വരാന്തയിലെടുത്തിട്ടു. കോണിയിൽ കാലൊച്ച. തളർന്ന പലകയുടെ തേക്കങ്ങളിൽ അമ്മയുടെ ഇരുണ്ട മുഖം. അമ്മ പെട്ടെന്ന് വിങ്ങിപ്പൊട്ടി. നീ ഇപ്പോഴും ആ മനുഷ്യനെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ മോളുണ്ണി? ഒരു നിമിഷം ഗിരിജ അമ്പരന്നു. എന്തുത്തരം പറയണമെന്ന് അറിഞ്ഞില്ല. എനിക്കൊന്നുറങ്ങണം. പിന്നെ പറഞ്ഞു. അമ്മയെ അവഗണിക്കുകയല്ലല്ലോ ഞാൻ. ബാഗ് മുഴുവൻ തപ്പി ഗുളികയെടുത്ത് വെള്ളമില്ലാതെ വിഴുങ്ങി. എന്നെ വിളിക്കരുത്. ഒന്ന് ഉറങ്ങട്ടെ അമ്മേ. കട്ടിലിൻ്റെ നനഞ്ഞ ഭാഗങ്ങളിൽ നിറം മങ്ങിയ പൂപ്പലുകൾ. പൊട്ടിയ ഓടിലൂടെ ഒഴുകിവന്ന മഴത്തുള്ളികൾ വീണ് കട്ടിലിൻ്റെ ഭാഗങ്ങൾ പലയിടത്തും ജീർണിച്ചു പോയിരുന്നു. ആ പൂപ്പലിൽ തലവെച്ച് കിടന്നു. അവയ്ക്ക് ഈർപ്പം പൊടിക്കുന്ന ആ പഴയ ഗന്ധം. ഉഷയുടെ മരണത്തിൻ്റെ ഗന്ധം. ഇവിടെ വന്നതു മുതൽ ഉഷ ജീവിതമായി, ജീവിതത്തിലെ മരണഗന്ധമായി, മരണമായി പിന്തുടരുന്നു. ക്രമേണ എല്ലാം നേർത്ത ഇരുട്ടിലേക്ക് അലിഞ്ഞുപോയി. ഉറക്കത്തിൽ ഗിരിജ സ്വപ്നങ്ങളുടെ ലോകത്തിലെത്തി. തുലുക്കൻ്റെ കൊട്ടാരം. ഊറി വരുന്ന നിറങ്ങൾ. നോക്കി നിൽക്കെ ആ നിറങ്ങളെല്ലാം കൂടി ഒരു ചുവന്ന അരുവിയായി മുമ്പിലൂടെ ഒഴുകി. ചേതനകൾ മരവിച്ചു നിന്നപ്പോൾ ചീറി വന്ന ആ നേർത്ത അരുവി നിറം മങ്ങി, പിന്നീട് നിറമില്ലാതായി.